വിഭാഗങ്ങൾ തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ളതായ സംഘർഷമുണ്ടായി. But BJP is trying to portray the fight between two tribals. യഥാർത്ഥത്തിൽ ബിജെപി അതിനെ കാണാൻ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ളതായ ട്രൈബൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ളതായ പോരാട്ടമായി വിവക്ഷിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. Which is not correct. The fight against Christians. BJP is trying to marginalize, BJP is trying to finish Christian population in Manipur. യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ സംഭവിച്ചത് കുക്കികളും മേത്തൈകളും തമ്മിലുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല. യഥാർത്ഥത്തിൽ അതിന്റെ മറവിൽ ഭാരതീയ ജനതാ പാർട്ടി ക്രൈസ്തവ സഹോദരന്മാരെ വംശീയമായി ഉന്മൂലനം ചെയ്യാനുള്ള ഈടൻ അജണ്ടയാണ് അവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമം നടത്തിയത്. In this attack, thousands of Christians died with the BJP workers' hands. ഈ ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ ബിജെപി ഗുണ്ടകളുടെ, ബിജെപി ക്രിമിനലുകളുടെ, അവർ നേതൃത്വം കൊടുക്കുന്ന സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ കൈപ്പിടിയിൽ അമർന്ന് ജീവൻ വെടിയേണ്ടി വന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. Now country has to understand what is happening in the country. നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ എന്താണ് നേരിടുന്നത് എന്നുള്ള ഗൗരവതരമായ കാര്യം രാജ്യവും ഓരോ പൗരനും സമൂഹവും മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു. Manipur Union Home Minister or Prime Minister not visited, but our Rahul Gandhi, your family member, your representative, your parliament member has visited Manipur and he has consoled every affected family. മണിപ്പൂർ കത്തി അമർന്നുകൊണ്ടിരിക്കുമ്പോ, മണിപ്പൂരിൽ ഭീതിതമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടേക്ക് പോകാൻ തുനിഞ്ഞില്ല. ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അവിടേക്ക് പോയില്ല. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് സമാധാനമുണ്ടാക്കേണ്ടവർ അവിടെ കയ്യും കെട്ടി നോക്കി നിന്നപ്പോ ആ മണിപ്പൂരിന്റെ കലാപബാധിത മേഖലകളിലേക്ക് ശാന്തിയുടെ അവധൂതനായി കടന്നുവന്ന് അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും മുഴുവൻ ചേർത്ത് നിർത്താൻ നേതൃത്വം കൊടുത്തത് നിങ്ങളുടെ രാഹുലാണ് എന്നതിൽ എനിക്കേറെ അഭിമാനമുണ്ട്. That is what Congress commitment, that is what Rahul Gandhi commitment. അതാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രതിബദ്ധതയും പ്രഖ്യാപനവും, രാജ്യത്തെ ജനങ്ങളോടുള്ള പ്രഖ്യാപനവും പ്രതിബദ്ധതയും. Now I wanted to ask one question. Who is a LDF candidate? Who is Pinarayi and Narendra Modi candidate? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നു. ആരാണ് പിണറായി വിജയന്റെ സ്ഥാനാർത്ഥി? ആരാണ് LDFന്റെ സ്ഥാനാർത്ഥി? Here I have seen all posters and other things. Anai Raja, she is a LDF candidate, but Pinarayi is not supporting that candidate. Pinarayi is a secret deal with Narendra Modi. He is supporting Surendran. യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പലയിടങ്ങളിലായി ഞാൻ ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും ബോർഡുകളും ഒക്കെ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ LDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അടിയിലൂടെ, അന്തർധാരയിലൂടെ BJP സ്ഥാനാർത്ഥി സുരേന്ദ്രനെ അദ്ദേഹം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ലഭ്യമാകുന്ന കാര്യം. Pinarayi Vijayan is cheating his own party, cheating his own state people. യഥാർത്ഥത്തിൽ അദ്ദേഹം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങളെയും സ്വന്തം പാർട്ടി പ്രവർത്തകന്മാരെയുമാണ്. When the person is not loyal to his party or his people, how come you are going to support Pinarayi Vijayan? സ്വന്തം പാർട്ടിയിലെയും സ്വന്തം സംസ്ഥാനത്തെയും ജനങ്ങളെ ഈ രീതിയിൽ വഞ്ചിക്കുന്നതായ
ഒരാൾക്ക് പിറകിൽ എങ്ങനെ നമുക്ക് അണിനിരക്കാൻ പറ്റും, അദ്ദേഹം പറയുന്നതായ ആൾക്ക് എങ്ങനെ നമുക്ക് വോട്ട് കൊടുക്കാൻ പറ്റും, കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും അറിയാം. സ്വന്തം പാർട്ടി പ്രവർത്തകന്മാരെയുമാണ്. When the person is not loyal to his party or his people, how come you are going to support Pinarayi Vijayan? സ്വന്തം പാർട്ടിയിലെയും സ്വന്തം സംസ്ഥാനത്തെയും ജനങ്ങളെ ഈ രീതിയിൽ വഞ്ചിക്കുന്നതായ ഒരാൾക്ക് പിറകിൽ എങ്ങനെ നമുക്ക് അണിനിരക്കാൻ പറ്റും, അദ്ദേഹം പറയുന്നതായ ആൾക്ക് എങ്ങനെ നമുക്ക് വോട്ട് കൊടുക്കാൻ പറ്റും? So I am requesting Wayanad people, Kerala people, before going to vote, think twice. Pinarayi Vijayan is having a secret deal with Narendra Modi. Why? Because he is having ED income tax cases, corruption charges. നിങ്ങൾ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോകുമ്പോ, നിങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിങ്ങളുടെ വിരലുകൾ അമർത്താൻ വേണ്ടി പോകുമ്പോ, നിങ്ങൾ 2 വട്ടം നിങ്ങൾ ആലോചിക്കണം. ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇഡിയും ആദായ നികുതി കേസുകളുമൊക്കെ നേരിടുന്നതായ പിണറായി വിജയൻ ബിജെപിയുമായി കൃത്യമായ അന്തർധാര പുലർത്തിപ്പോരുകയാണ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ. As long as ED income tax cases are there, Pinarayi Vijayan is not going to work with left Democratic Front candidate. യഥാർത്ഥത്തിൽ ഇഡിയും ആദായ നികുതിയുടെയും കേസുകളും അന്വേഷണങ്ങളും ഉള്ള കാലത്തോളം അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആത്മാർത്ഥതയോടുകൂടി ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. Now, Kerala people has to take a call. Last time, UDF has got 19 seats out of 20. ഈ കേരളക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് അഭിമാനകരമായിട്ടുള്ള വിജയം UDFന് ഈ കേരളത്തിലുണ്ടായി. 20 പാർലമെന്റ് സീറ്റുകളിൽ 19 എണ്ണവും ജയിക്കാൻ കഴിഞ്ഞതായ ഒരു സ്റ്റേറ്റാണ് നമ്മുടെ ഈ കേരളം. In Kerala, there is a fight between LDF and UDF. Same formula we have adopted. Kerala is the role model for India Kutami. യഥാർത്ഥത്തിൽ കേരളത്തിൽ LDFും UDFും തമ്മിലുള്ള ഒരു വലിയ മത്സരം നടക്കുകയാണ്. ഈ മത്സരം പോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി ഒരു വലിയതായിരിക്കുന്ന മത്സരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ. State level there is a fight between LDF and UDF. National level NDA versus India. കേരളത്തിൽ അത് LDFും UDFും തമ്മിലാണെങ്കിൽ ദേശീയ തലത്തിൽ അത് ബിജെപി നേതൃത്വം കൊടുക്കുന്ന NDAയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. I'm telling you on record, you mark my words, June 4th is our election result. June 9th, Rahul Gandhi is going to become an Indian Prime Minister. നിങ്ങൾ എന്റെ വാക്ക് നിങ്ങൾ ഉത്തരവാദിത്തത്തിൽ എടുത്തുകൊള്ളുക. നിങ്ങൾ എന്റെ വാക്ക് അടിവരയിട്ടുകൊള്ളുക. നിങ്ങൾ എന്റെ വാക്ക് ഓർമ്മിച്ചുകൊള്ളുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ മാസം 4-ാം തീയതി വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ജൂൺ 9-ാം തീയതിയോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് രാഹുൽ ഗാന്ധി എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയായിരിക്കും എന്ന് അഭിമാനത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. This is not an election. This is not a fight. This is a war. War between two parivars. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല. ഇത് കേവലം ഒരു പോരാട്ടം മാത്രമല്ല. ഇത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു വലിയ യുദ്ധമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. In this war, Narendra Modi parivar is EVMs, ED, income tax, CBI, Adani, Ambani is one side on behalf of Narendra Modi.